Bro, once in a lifetime movie. Must watch. 16 വർഷത്തെ ഒരു ഹാർഡ് വർക്ക് ആയിരുന്നല്ലോ ബ്ലസ്സി സാറിന്റെ. എങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ടോ? Of course, bro. You heard the reviews, right? This is not a movie. This is like magic. ഒരുപാട് ഇഷ്ടപ്പെട്ട എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ കണ്ടോണ്ടിരിക്കാം. അത്രേ ഉള്ളൂ അല്ല പടം കൊള്ളാം. എടുത്തു പറയാനുള്ള എന്താണ്? നല്ല ആക്ടിങ് ആയിരുന്നു, ഭയങ്കര ലൈക്ക് പിന്നെ മീൻസ് ആ ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി അതൊക്കെ നല്ലതായിരുന്നു. ഗോകുൽ കൂടെ ഉണ്ടായിരുന്ന അവരും അടിപൊളിയാണ്. ലൈക്ക് ഹക്കീമിൻ്റെ ആക്ടിങ് വാസ് റിയലി നൈസ്. പൃഥ്വിരാജ് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. ജീവിക്കല്ലായിരുന്നു, അപ്പോൾ അഭിനയിക്കായിരുന്നു. ജീവിക്കായിരുന്നു. പ്രതീക്ഷിക്കാവോ പൃഥ്വിരാജ്? ആക്ച്വലി യെസ്, ഐ തിങ്ക് ലൈക്ക് അവാർഡ് വിന്നിങ് പെർഫോമൻസ് ആയിരുന്നു. അതിനുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട് അദ്ദേഹം. ലൈക്ക് അദ്ദേഹം മാത്രമല്ല, ഹക്കീമാണെങ്കിൽ പറഞ്ഞ അവരുടെയും അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നല്ല പടം. അവാർഡ് പ്രതീക്ഷിക്കാവോ? പിന്നെ ഒരു ഓസ്കാർ നോമിനേഷൻ അതാണ് ആഗ്രഹം. അതിനുള്ള ഉണ്ട്. ഇല്ല കിട്ടണം ആഗ്രഹമുണ്ടോ? ആഗ്രഹമാണ്. ആ ഒരു സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജ് മെലിഞ്ഞിട്ടുള്ള ഒരു രംഗം അടിപൊളിയായിരുന്നു. ഞെട്ടിയായിരുന്നു, ഷോക്കായിരുന്നു. 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നല്ലോ ബ്ലസ്സി സാറിന്റെ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു വർത്ത് ഉണ്ടായിരുന്നു. ആക്ച്വലി വർത്താണ്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ലൈക്ക് പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ ഭയങ്കര ആക്ച്വലി മീൻസ് വർത്ത് വാച്ചിങ് ആണ്, കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ബാക്കിയൊക്കെ ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ, റഹ്മാൻ സാറിൻ്റെ സോങ്സ് കാര്യമൊക്കെ ഒന്നും പറയില്ല. പടം കണ്ടാലേ എല്ലാം. പൃഥ്വിരാജ് അഭിനയിച്ച്, നജീബിനെ അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. അടിപൊളി സിനിമയായിരുന്നു. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസും എല്ലാം മൊത്തത്തിൽ കൊള്ളാം. എങ്ങനെ റിവ്യൂ ഒക്കെ അറിഞ്ഞിട്ടാണോ കാണാൻ വന്നത്? അതോ അല്ല, റിവ്യൂ ചെയ്ത് തന്നെ കാണാൻ വന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ? കുഴപ്പമില്ല, അടിപൊളി സിനിമ. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ ആയാലും ലൈക്ക് സോങ്സ് ആണെങ്കിലും എല്ലാം ആപ്റ്റായിരുന്നു. ലൈക്ക് സോങ് ഒക്കെ ആണെങ്കിൽ മീൻസ് ആ സീനുമായിട്ട് ഭയങ്കര മാച്ചിങ് ആയിട്ട് ലൈക്ക് നൈസായിരുന്നു. അത് അത്ര അങ്ങോട്ട് എനിക്ക് പിടിച്ചില്ല ചില സീനിലൊക്കെ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അവാർഡ് കിട്ടുമോ ഈ പടത്തിന്? കിട്ടേണ്ടതാണ്. അത്രയ്ക്കും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ല, നോവൽ വായിച്ചില്ല, സിനിമ കാണുന്നത്. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എല്ലാവരുടെയും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഹക്കീമും ആ കൂടെയുള്ള എല്ലാം കൂടെ. റഹ്മാൻ്റെ മ്യൂസിക് മാത്രം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു സീൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മെലിഞ്ഞിട്ടുള്ള രംഗം കാണിക്കുമല്ലോ, മനസ്സിന്ന് പോവില്ല. ഷോക്കായി, ഭയങ്കര ഷോക്കായി പോയി. മെലിഞ്ഞിട്ടുള്ള രംഗം എങ്ങനെ ഉണ്ടായിരുന്നു? അത് എല്ലാം നല്ല പൃഥ്വിരാജിൻ്റെ ഒക്കെ നല്ല ട്രാൻസ്ഫോർമേഷനൊക്കെ അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും. കുറേ സീനുകളുണ്ട് അങ്ങനെ. ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ? ഇല്ല, ബുക്ക് വായിച്ചിട്ടില്ല. സിനിമ നേരിട്ട് കാണാം. ഒരു 16 വർഷത്തെ കാത്തിരിപ്പായിരുന്നല്ലോ ബ്ലസ്സി. അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും കാലം കഷ്ടം അതിനുള്ളത് തന്നെ ഉണ്ടായിരുന്നു ശരിക്കും. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? അടിപൊളിയായിരുന്നു. ഒരു ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ, റഹ്മാൻ്റെ സോങ്സ് എല്ലാം നല്ല നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ പൃഥ്വിരാജ് ഒരു അവാർഡ് പ്രതീക്ഷിക്കാവോ ഈ പടത്തിന്? അറിയില്ല. ഇങ്ങനെ ഭയങ്കര എമോഷണൽ ആയിരുന്നു. ഇമോഷണൽ അവാർഡ് എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ പൃഥ്വിരാജിന്? അറിഞ്ഞൂടാ. കിട്ടണമെന്നാണ് ആഗ്രഹമുണ്ട്. പടം സൂപ്പറാ, ഒരു രക്ഷയില്ല കേട്ടോ. ആക്ടിങ് ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ടെക്നിക്കൽ സൈഡൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ വർക്കും സോങ്സും? ക്യാമറ വർക്ക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഒന്നും പറയാനില്ല. സോങ്സ് സോങ്സും ഒരു രക്ഷയില്ല. തിരിച്ചു വന്നു പുള്ളി.